32 ഭാവത്തിലെ ഗണപതി പ്രതിഷ്ഠയുടെ ഒരു പ്രചോദനം. 32 ഭാവത്തിലെ പ്രതിഷ്ഠയുടെ പ്രചോദനം എന്ന് പറയുന്നത്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാ ദിവസവും ഗണപതി ഹോമം നടക്കുന്നു. മാത്രമല്ല 57 വർഷം കഴിഞ്ഞു സ്ഥിരമായി എല്ലാ ദിവസവും ഹോമം നടക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഈ ഗണപതി ഹോമത്തിന്, അതായത് 1008 കൊട്ടത്തേങ്ങയിൽ 12 പ്രാവശ്യം ഗണപതി ഹോമം നടത്തിയിട്ടുണ്ട്. പിന്നെ 1008 8 പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. 108 24 പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഈ 1008 ഹോമം നടക്കുമ്പോൾ ഭഗവാൻ അതിൽ പ്രത്യക്ഷപ്പെടുകയും പിന്നെ ഭഗവാന്റെ 32 ഭാവം ഉണ്ടെന്നും അരുളുകയും ആ 32 ഭാവം ഇവിടെ ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഈ 32 ഭാവത്തിലെ ഗണപതിയെ പ്രതിഷ്ഠിച്ചത്. അത് ബാലഗണപതി, തരുണഗണപതി, ഭക്തി ഗണപതി, വീരഗണപതി, ശക്തി ഗണപതി, ദ്വിജഗണപതി, സിദ്ധി ഗണപതി, ഉച്ഛിഷ്ട ഗണപതി, വിഘ്ന ഗണപതി, ക്ഷിപ്രഗണപതി, ഹേരംബ ഗണപതി, ലക്ഷ്മി ഗണപതി, മഹാഗണപതി, വിജയഗണപതി, നൃത്ത ഗണപതി, മൂർത്ത ഗണപതി, ഏകാക്ഷര ഗണപതി, വരഗണപതി, ത്രിയക്ഷര ഗണപതി, ക്ഷിപ്രപ്രസാദ ഗണപതി, ഹരിദ്രാ ഗണപതി, ഏകദന്ത ഗണപതി, സൃഷ്ടി ഗണപതി, ഉദ്ദണ്ഡ ഗണപതി, ഋണമോച ഗണപതി, ഗുണ്ടി ഗണപതി, ദിമുഖ ഗണപതി, ത്രിമുഖ ഗണപതി, സിംഹ ഗണപതി, യോഗ ഗണപതി, ദുർഗാ ഗണപതി, സങ്കടഹര ഗണപതി. അങ്ങനെയാണ് ഈ 32 ഭാവത്തിലെ ഗണപതികൾ. അത് പോയിട്ട് ഈ മഹാക്ഷേത്രത്തിനകത്ത് ശിവനും പാർവതിയും പോയിട്ട് പിന്നെ ഈ 12 ജ്യോതിർലിംഗ പ്രതിഷ്ഠയാണ്. അത് ജ്യോതിർലിംഗങ്ങളെന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ പല സ്ഥലങ്ങളിലുള്ളതാണ്. അത് ഒരാളിന് എത്തിപ്പെടണമെങ്കിൽ പോലും സ്ഥിരമായിട്ട് ഒരു 2 മാസത്തെ യാത്ര ചെയ്താലേ അവിടങ്ങളിൽ എത്തിപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന് ഒരേ സമയത്ത് 12 ജ്യോതിർലിംഗങ്ങളെ തൊഴാം, അമ്മയപ്പനെയും തൊഴാം, എല്ലാത്തിനുമുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.